മറ്റൊരു വാർത്തയിലേക്ക് പാലക്കാട് നഗരസഭയിൽ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ബി.ജെ.പി. നേതാവ് പ്രമീള ശശിധരൻ വണ്ടിച്ചെക്ക് കേസ് പ്രതിയെന്ന് കോടതി രേഖകൾ. ലക്ഷങ്ങൾ നൽകാനുണ്ടെന്ന് കാണിച്ച ബി.ജെ.പി. നേതാവ് ഹരിപ്രസാദ് നൽകിയ കേസിലാണ് നഗരസഭാ അധ്യക്ഷ പ്രതിയായിട്ടുള്ളത്. പാലക്കാട് ഫസ്റ്റ് ക്ലാസ് കോടതി രണ്ടിൽ നൽകിയ കേസ് അടുത്ത മാസം 15-ന് വീണ്ടും പരിഗണനയ്ക്കെടുക്കും. പാലക്കാട് നിന്ന് ഇർഫാൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇർഫാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. എന്താണ് ഈ വാർത്തയുടെ മറ്റ് വിവരങ്ങൾ? എന്താണ് ബി.ജെ.പി. നേതാവിനെതിരായ വലിയൊരു വാർത്തയുമായാണ് പാലക്കാട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ബി.ജെ.പി. നേതാവിനെതിരായ വാർത്തയുമായാണ് രാവിലെ പാലക്കാട് നിന്ന് വന്നിട്ടുള്ളത്. ബി.ജെ.പി. നേതാവ് പ്രമീള ശശിധരൻ കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിൽ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇത് രണ്ടാം തവണയാണ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 15-20 കാലഘട്ടത്തിൽ ആ ഒരു ഭരണകാലഘട്ടത്തിലും ചെയർപേഴ്സൺ ആയിരുന്നു പ്രമീള ശശിധരൻ. മുമ്പത്തെ ചെയർമാൻ 2.5 വർഷക്കാലം അല്ലെങ്കിൽ 3 വർഷക്കാലം ഭരണം നടത്തിയിരുന്ന ബി.ജെ.പിയുടെ നേതാവ് കൂടിയായിട്ടുള്ള മുൻ ചെയർപേഴ്സൺ രാജിവെച്ചതിനെ തുടർന്നാണ് ആ സീറ്റിലേക്ക് പ്രിയ അജയൻ എന്ന് പറയുന്ന മുൻ ചെയർപേഴ്സൺ രാജിവെച്ച ഒഴിവിലേക്കാണ് ചെയർപേഴ്സണായി പ്രമീള ശശിധരൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ പ്രമീള ശശിധരൻ വണ്ടിച്ചെക്ക് കേസിലെ പ്രതിയാണ് എന്ന് തെളിയിക്കുന്ന കോടതി രേഖകളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. നഗരസഭയിൽ കഴിഞ്ഞ ദിവസമാണ് പ്രമീള ശശിധരനെ വീണ്ടും ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത്. RSSന്റെ ശക്തമായ ഒരു എതിർപ്പിന് പോലും വകവയ്ക്കാതെയാണ് പ്രമീള ശശിധരനെതിരെ പ്രമീള ശശിധരനെ ബി.ജെ.പി. സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ പിന്തുണച്ച് ചെയർമാനാക്കിയത്. ഈ പ്രമീള ശശിധരനാണ് വണ്ടിച്ചെക്ക് കേസിലെ പ്രതിയാണ് എന്ന് കോടതി രേഖകൾ പുറത്ത് വന്നിരിക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന കാര്യം. ബി.ജെ.പി. നേതാവായിട്ടുള്ള ഹരിപ്രസാദ് തന്നെയാണ് കേസിലെ പരാതിക്കാരൻ. തനിക്ക് ലക്ഷങ്ങൾ നൽകാനുണ്ടെന്ന് കാണിച്ച് ഹരിപ്രസാദ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ലക്ഷങ്ങൾ നൽകാനുണ്ടായി ഏകദേശം 5 ലക്ഷത്തോളം രൂപയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ലക്ഷങ്ങൾ നൽകാനുണ്ട് എന്ന് പറഞ്ഞ് ഈ ബി.ജെ.പി. നേതാവ് തന്നെയായിട്ടുള്ള ഹരിപ്രസാദ് കോടതിയെ സമീപിക്കുമ്പോൾ ബി.ജെ.പിയിലെ തമ്മിലടിയും പുറത്തു വരികയാണ്. കാരണം ഇത് ഏത് രീതിയിലാണ്, ഏത് പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് എന്ന് വരും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. കാരണം ഈ ലക്ഷങ്ങൾ നൽകാനുണ്ട് എന്ന് പറഞ്ഞ് ബി.ജെ.പി. നേതാവ് തന്നെ കോടതിയെ സമീപിക്കുമ്പോൾ അതിൽ മറ്റൊരു രാഷ്ട്രീയം കൂടി കാണാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഏതായാലും വണ്ടിച്ചെക്ക് കേസിലെ പ്രതിയായിട്ടുള്ള ഈ പ്രമീള ശശിധരൻ വീണ്ടും നഗരസഭയുടെ തലപ്പത്തെത്തുമ്പോൾ അതിന് മറ്റൊരു വിവാദത്തിനു കൂടി പാർട്ടിക്കുള്ളിലും അതോടൊപ്പം തന്നെ നഗരസഭയിൽ പൊതുവായും തിരികൊളുത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തനിക്ക് പണം നൽകാനുണ്ട് എന്ന ആ ഒരു പരാതിയുമായാണ് ഇദ്ദേഹം ഹരിപ്രസാദ് കോടതിയെ സമീപിച്ചത്. പ്രമീള ശശിധരനിൽ നിന്നും പണം തനിക്ക് കോടതി വാങ്ങി നൽകണമെന്നാണ് ഹരിപ്രസാദിൻ്റെ ആവശ്യം. പാലക്കാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ഈ കേസ് പരിഗണിക്കുക. കഴിഞ്ഞ വർഷം 2023 മാർച്ച് 15 ഇത്തരത്തിലൊരു കേസ് 13 ഇത്തരത്തിലൊരു കേസ് ഇദ്ദേഹം നൽകുന്നത്. കേസ് 3 സിറ്റിങ്ങിന് ശേഷം മൂന്നാമത്തെ സിറ്റിംഗ് 3 സിറ്റിങ്ങിനും ഇദ്ദേഹം ഈ പ്രമീള ശശിധരൻ ഹാജരായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത മാസം 15-ാം തീയതി 2024 ഫെബ്രുവരി 15-നാണ് വീണ്ടും കേസ് കോടതി പരിഗണിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പിയിലെ തമ്മിലടി വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് കൂടി പുറത്തു വരുന്നത്. ഒട്ടേറെ സാമ്പത്തിക ഇടപാടുകൾ ഈ പ്രമീള ശശിധരൻ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നടത്തുന്നുണ്ട് എന്ന ഒരു ആരോപണവും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം ഈ ബി.ജെ.പിയിലെ തമ്മിലടിയും അതോടൊപ്പം തന്നെ അതിന് എടുത്തു പറയേണ്ടത് അഴിമതിയും ഈ ബി.ജെ.പി. ഭരിക്കുന്ന പാലക്കാട് നഗരസഭയായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ അഴിമതികൾ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തിയിരുന്നു. അതിൽ പലതും സത്യമാണ് എന്ന് തെളിയിക്കുന്ന രേഖകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ബി.ജെ.പിയുടെ അഴിമതിക്കെതിരെയും സ്വജനപക്ഷ അല്ലെങ്കിൽ തമ്മിലടിക്കെതിരെയും ഭരണസ്തംഭനത്തിനെതിരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രമീള ശശിധരൻ്റെ വണ്ടിച്ചെക്ക് കേസ്, സാമ്പത്തിക ആരോപണ കേസ് ബി.ജെ.പി. നേതാവ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കീർത്തി, ശരി, ഇർഫാനാണ് കൂടുതൽ വിവരങ്ങൾ നൽകി.